പാലക്കാട് ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നഗരസഭയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. ഷംന, വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയോ? ഐഷത്തുൽ ഷംന. ഇന്ന് ഉച്ചയോട് കൂടിയായിരുന്നു വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതായത് നിലവിൽ CPIM ഭരിക്കുന്ന നഗരസഭയാണ് ചെർപ്പുളശ്ശേരി. 33 അംഗത്തിൽ 18 സീറ്റുകളും 18 കൗൺസിലർമാരും CPIM-ന്റേതാണ്. അങ്ങനെയുള്ള ഒരു നഗരസഭയിലെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ ഈ ഭരണസമിതി തുടർച്ചയായി ജനദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഈ നഗരസഭയിലേക്ക് UDF-ന്റെ നേതൃത്വത്തിൽ മാർച്ച് നടന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭ കാര്യാലയത്തിന് സമീപം പോലീസ് ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നഗരസഭ ജനവിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നു, ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. അത് പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. സംയമനം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പാലക്കാട് ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.